ആലപ്പുഴയിൽ ദൃശ്യം മോഡൽ കൊലപാതകം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കരുനാഗപ്പള്ളിയിൽ നിന്നും കാണാതായ സ്ത്രീയെ അമ്പലപ്പുഴയിൽ കൊന്നു കുഴിച്ച മൂടിയ നിലയിൽ കണ്ടെത്തി. കരുനാഗപ്പള്ളി സ്വദേശി ജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 6-ാം തീയതി മുതലാണ് ജയലക്ഷ്മിയെ കാണാതായത്. നവംബർ 7-ാം തീയതി രാത്രിയാണ് വിജയലക്ഷ്മി കൊല ചെയ്യപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത്. 13-ാം തീയതിയാണ് ഇവരെ കാണാനില്ലെന്ന പരാതി പോലീസിന് ലഭിക്കുന്നത്. നവംബർ 6 മുതൽ കാണാനില്ലെന്നായിരുന്നു പരാതിയിൽ വ്യക്തമാക്കിയിരുന്നത്. സംഭവത്തിന് പിന്നാലെ പ്രതി ജയചന്ദ്രനെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്ലെയർ ഉപയോഗിച്ച് തലയ്ക്കടിച്ചാണ് വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ കൊലപ്പെടുത്തിയത്. തുടർന്ന് നിർമ്മാണം നടക്കുന്ന വീട്ടിൽ മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു. അമ്പലപ്പുഴ കാരൂർ സ്വദേശിയാണ് പിടിയിലായ ജയചന്ദ്രൻ. ഇയാളുടെ വീടിന് സമീപത്തെ നിർമ്മാണം നടക്കുന്ന വീടിനുള്ളിലാണ് മൃതദേഹം കുഴിച്ചിട്ടത്. ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ദൃക്സാക്ഷിമൊഴിയുമാണ് പ്രതിയെ കുടുക്കാൻ സഹായിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. യുവതിയെ കൊന്നു കുഴിച്ചുമൂടിയെന്ന് ജയചന്ദ്രൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ജയചന്ദ്രനുമായി ജയലക്ഷ്മി അടുത്ത സൗഹൃദത്തിലായിരുന്നു. മറ്റൊരാളുമായി ജയലക്ഷ്മിക്ക് ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപ്പെടുത്താൻ കാരണമെന്നും ജയചന്ദ്രന്റെ മൊഴിയിലുണ്ട്. ജയചന്ദ്രന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കരൂരിൽ പോലീസ് പരിശോധന നടത്തിയത്. അതേസമയം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രതി ശ്രമിച്ചിരുന്നു. എറണാകുളത്തെത്തിയ പ്രതി വിജയലക്ഷ്മിയുടെ ഫോൺ കണ്ണൂരിലേക്ക് പോകുന്ന KSRTC ബസ്സിൽ ഇടുകയായിരുന്നു. ഇതാണ് പോലീസിന് സംശയത്തിനിടയാക്കിയത്. കാണാതായ യുവതിയുടെ മൊബൈൽ ഫോൺ എറണാകുളത്ത് നിന്നും കണ്ടെത്തി. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിൽ KSRTC ബസ്സിൽ നിന്നുമാണ് കണ്ടെത്തിയത്. കണ്ടക്ടറാണ് മൊബൈൽ ഫോൺ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ കൈമാറിയത്. തുടർന്ന് മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ, കോൾ ലിസ്റ്റ് എന്നിവ പരിശോധിച്ചതിൽ നിന്നാണ് ജയചന്ദ്രനിലേക്ക് പോലീസ് എത്തിയത്.